കളി കുറച്ച് കൂടുന്നുണ്ട്. കൈയെടുക്കാനാണ് പറഞ്ഞത്. ഭവാനി കൈയെടുക്കാനാണ് പറഞ്ഞത്. ഞാൻ ഭവാനിയല്ല, പ്രമീള, നിങ്ങളുടെ ഭാര്യ. നീ എപ്പോ വന്നു? കുറെ നേരമായി. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അറിയിക്കാൻ നന്നായെന്ന് ഇപ്പോൾ തോന്നുന്നു. പുതിയ ചില അറിവുകൾ അതുകൊണ്ട് എനിക്ക് കിട്ടി. നീ എന്താണ് ഈ പറയുന്നത്? ഓ, ആ പെണ്ണിന്റെ പേര് ആദ്യം പറഞ്ഞുകൊണ്ടാണ് നിനക്ക് ഈ പരിഭവം? എനിക്ക് പരിഭവമൊന്നുമില്ല. അവൾക്ക് കളി കുറച്ച് കൂടുതലാണ്. പലപ്പോഴും ഞാൻ ശാസിക്കാറുണ്ട്. എങ്ങനെ, എപ്പോൾ, എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലെന്ന്. അതെനിക്ക് വന്ന് കയറിയപ്പോഴേ മനസ്സിലായി. അവൾ എനിക്ക് എന്റെ പെങ്ങളെ പോലെയാണ്. വേലക്കാരെ കയറി ഭരിക്കുന്നത് നിനക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു. നിനക്കത് ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് നിയന്ത്രിച്ചേക്കണം, അല്ലാതെന്താ? പിന്നെ നീ ഒന്ന് പറയുക പോലും ചെയ്യാതെ പെട്ടെന്ന് എന്താ ഇങ്ങോട്ട് കയറി വന്നത്? അങ്ങോട്ട് വരുന്ന പതിവ് മറന്നിട്ട് കുറെ നാളായല്ലോ. ചേട്ടന്റെ അച്ഛനാണ് എന്നോട് പോരാൻ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് വരാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. എന്റെ കണ്ണൊന്ന് തെറ്റിയാൽ മതി, കാര്യങ്ങൾ ആ കുഴപ്പത്തിലാവും. അത്രക്ക് ജോലി തിരക്കുണ്ട് ഇവിടെ. ഭർത്താവിന്റെ ജോലി തിരക്ക് കുറയ്ക്കാൻ ഭാര്യയ്ക്ക് സാധിക്കും. അതുകൊണ്ടാ ഞാൻ പോരാമെന്ന് വെച്ചത്. നിനക്ക് എന്ത് സാധിക്കും? ഇനി നിന്റെ കാര്യം കൂടി ഞാൻ നോക്കണം. ബാക്കിയുള്ള എന്റെ സമയം പോകും. അതുകൊണ്ടാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനും. ഞാൻ വന്നത് ചേട്ടൻ ഇഷ്ടമായില്ലേ എന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നു. നിനക്കങ്ങനെ ഓരോന്നും തോന്നും. ചേട്ടാ, നാളത്തെ ദിവസം എന്താണെന്നറിയാമോ? എന്താ? ഒന്ന് ഓർത്തു നോക്കൂ. പിടികിട്ടിയില്ല അല്ലേ? എന്നെ വല്ലപ്പോഴും ഓർത്തെങ്കിലല്ലേ ദിവസം എന്തെന്ന് മനസ്സിലാവൂ. നീ കാര്യം പറ. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് നാളെ 2 വർഷം തികയുന്നു. ഓ, നീ ചില നോവലിലെ ഭാര്യമാരെ പോലെ സംസാരിക്കാതെ. എനിക്കൊന്നും ഇഷ്ടമില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ഞാൻ താമസിച്ചില്ലല്ലോ. താമസിച്ചു ശാലിനി. എനിക്ക് നിന്നെ എപ്പോഴും കാണണമെന്നൊരു തോന്നൽ. ഞാൻ മുന്നിലുണ്ടല്ലോ, കൺകുളിരെ കാണണം. സമയമായി. ഇനി എവിടെ കാണും? വൈകുന്നേരം ചേട്ടൻ മേലെ കാവിൽ വരുമോ? ഞാൻ കാത്തിരിക്കും. ഞാൻ പോട്ടെ. നീ ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? എടാ, ഈ എസ്റ്റേറ്റ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇവിടെ എന്ത് വരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ എന്ത് വരുമാനം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. വരുമാനത്തിനൊന്നും ഇപ്പൊ വലിയ കുറവില്ല പോലെ. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നത്? നിന്റെ തെറ്റുകൾ മനസ്സിലാക്കി തരേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. എടാ, ചെലവ് ചെയ്താൽ മാത്രം പോരാ, അതിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കാനും പഠിക്കും. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എസ്റ്റേറ്റിന്റെ ചുമതല നോക്കുന്നില്ല എന്നാണോ ഞാൻ പറഞ്ഞത്? നീ കുറെ നിയന്ത്രണം പഠിക്കണം. മധു, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നീ എത്ര തവണ വീട്ടിൽ വന്നിട്ടുണ്ട്? ജോലി തിരക്ക് കാരണം സമയം കിട്ടിയില്ല. ഇവിടുത്തെ ജോലി തിരക്ക് എത്രയുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഭാര്യ വീട്ടിലുണ്ടെന്ന് നീ ഓർമ്മിക്കണം. അത് ഓർമ്മിപ്പിക്കാനായിരിക്കും അച്ഛൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതെ, മാത്രമല്ല എസ്റ്റേറ്റ് കാര്യങ്ങളിൽ ഇനി മുതൽ അവൾ നിന്നെ സഹായിക്കും. ബാങ്ക് അക്കൗണ്ട് 2 പേരുടെയും കൂടെ പേരിലായി. നിന്റെ ചെലവുകൾ അവൾ കൂടി ഒന്ന് അറിയട്ടെ. ഭാര്യയുടെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ മാത്രം നാണംകെട്ടവനായിട്ടില്ല. എന്നല്ല ഞാൻ പറഞ്ഞത്. അവൾക്ക് നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തികൾ മേലിൽ നീ ചെയ്യാതിരിക്കാൻ. മനസ്സിലായോ? അച്ഛാ, ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്.
ശാലിനി, ഒന്നുമില്ല. നീ എന്തിനാ ദേഷ്യപ്പെട്ടത്? ഞാനൊന്നും ദേഷ്യപ്പെട്ടതല്ല. പിന്നെ? ചേട്ടൻ നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കാത്തതെന്ത്? ഓ, അതാണോ? അത് ശരി. ശാലിനി, നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. വേണ്ട, സമയമായി. ഞാൻ പോട്ടെ ചേട്ടാ, ഞാൻ പോട്ടെ. എന്തോ കുട്ടമ്പള്ള വല്ലതും പറ്റിയോടാ? ഇല്ലല്ല. ഇതുവഴി പോകുന്നുണ്ടല്ലോ. ഇതിലെ പോയി. പോയോ? 65 പൈസ. ഇത് ആര്? കുട്ടമ്പിളങ്ങത്തെയോ? ഇവിടെ വാടാ. ഇത്ര കനപ്പിച്ചപ്പോഴേ ലാത്തി തെറിച്ചു. ഇത് ഈ കൂടുതൽ കനപ്പിച്ച തല തെറിച്ചു. ഉണ്ടോടാ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. കള്ളം പറയരുത്. സത്യമല്ലാതെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കള്ളം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ഈ വേലകൾ മാത്രം എന്റെ അടുത്ത് വെക്കരുത്. അയ്യോ, ഭൂമിക്ക് ബ്രഹ്മ വെച്ച അങ്ങത്തേക്ക് വേല വെക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? അങ്ങത്തേക്ക് സന്തോഷമായിട്ടൊരു ചായ വരാമെന്ന് വെച്ചാ പാലില്ല. പാല് വേണ്ട. പാല് വേണ്ടാന്ന് വെച്ചാ പഞ്ചാര ഇല്ല. പഞ്ചാര വാങ്ങിക്കാൻ അങ്ങോട്ട് പോയപ്പോഴാ അങ്ങത്തേടെ വരവ്. പാലില്ല. എന്തിനടെ പഞ്ചാര? പറഞ്ഞ പോലെ പാലില്ല, എന്തിനാ പഞ്ചാര? അണ്ണാ അങ്ങനത്തെ കൊടുക്കട്ടെ. എടാ, പാലും പഞ്ചാര ഇല്ലാത്ത ചായ അങ്ങത്തെ കുടിക്കൂലടാ. മേലാൽ ഇവിടെ ചാരായ കച്ചവടം നടത്തുന്നത് ഞാൻ കാണരുത്. അങ്ങത്തെ കാണൂല. ഈ സ്ഥലത്ത് വെച്ച് കച്ചവടം നടത്തരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ചാരായ കച്ചവടം നടത്താൻ പറ്റിയ സ്ഥലം ഇതല്ലാതെ വേറെ എവിടെ ഇരിക്കുന്ന അങ്ങത്തെ? പറഞ്ഞത് കേട്ടാ? പറഞ്ഞത് കേട്ടു, പക്ഷെ സ്ഥലം വേറെ ഇല്ല. ബീഡി ഉണ്ടടാ, ബീഡി. ബീഡി വഴി നിർത്തി ഇപ്പൊ കഞ്ചാവാണ് വലിക്കണം. അതായിരുന്നാലും മതി. അതും ഇപ്പൊ ഇല്ല, ഞാൻ കൊടുത്തേക്കാം. പരമ ദരിദ്രവാസി. ഓരോരുത്തൻ കയറി വരും. രാമൻകുട്ടിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് എന്തുകൊണ്ട് അവരോട് നേരത്തെ പറഞ്ഞില്ല? നമ്മൾ രണ്ടുപേരും കൂടി വിചാരിച്ചാൽ കെണിയിൽ വീഴാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ഈ എസ്റ്റേറ്റില്? കെണിയിൽ വീഴ്ത്തി കാര്യം നേടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല കൊച്ചുമുതലാളി. പിന്നെ എനിക്കും അവളെ ഒന്ന് കണ്ടാക്കൊള്ളാവുന്നുണ്ടോ? കൊച്ചുമുതലാളി, ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണാവള്. ഓ സോറി, തനിക്കുള്ളത് ഇത്തരത്തിലുള്ള ആഗ്രഹമാണോ? എങ്കിൽ അച്ഛനെ വിട്ട് പെണ്ണന്വേഷിപ്പിക്കണം. അവൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ല. പിന്നെന്ത് ചെയ്യും? രാമൻകുട്ടി, അവര് തള്ളയും മകളും വലിയ കഷ്ടത്തിലല്ലേ കഴിയുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. ശാലിനിക്ക് നമ്മുടെ എസ്റ്റേറ്റിൽ ഒരു ജോലി കൊടുത്തു കളയാം. കൊച്ചുമുതലാളി, തനിക്ക് പിന്നെ എന്നെ സംശയവും. തനിക്ക് നോട്ടമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ പിന്നെ അനങ്ങൂ. താൻ അവൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താലേ അവൾക്ക് എന്നോട് താല്പര്യം ഉണ്ടാവൂ. എന്താ?